നജ ടിപ്സിന്റെ പുതിയൊരു എത്തിയതിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കറുത്ത പാടുകൾ, നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റുവാനും അതുപോലെ തന്നെ തീപ്പൊള്ളൽ കഴിഞ്ഞിട്ടുണ്ടാകുന്ന പാടുകൾ മാറുവാനായിട്ടുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള 2-3 ടിപ്സുകളാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമുക്കറിയാം, തീപ്പൊള്ളലൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് പരിപൂർണമായിട്ട് മാറിയതിന് ശേഷം അതിൻ്റെ പാടുകൾ പോകുവാനായിട്ട് വളരെ താമസമെടുക്കും. പല ഓയിൽമെൻറ്റുകളൊക്കെ തേച്ചിട്ടും ഫലം കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നൊരു ടിപ്സ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ മുഖക്കുരുവൊക്കെ വന്നിട്ട് പോകുന്ന പാടുകൾ, അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ട് വരുന്നതായിട്ടുള്ള പാടുകളൊക്കെ മാറുവാനായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമ്മുടെ ശരീരത്ത് എവിടെയെങ്കിലും പൊള്ളലേറ്റ പാടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാടുകൾ മാറുവാനായിട്ടുള്ള ടിപ്സാണ് ഞാൻ ആദ്യം പറയുന്നത്. ഫേസ് പാക്ക് ഞാൻ രണ്ടാമതായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് തിളപ്പിക്കാത്ത പാലാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മളിത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേൻ. തേൻ എടുക്കുന്നതായിട്ടുള്ള സമയത്ത് ചെറിയ തേനോ വലിയ തേനോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി കൂടി എങ്ങനെയാണെന്നുള്ളത് പറയാം. നമ്മളിത് ഒരു ദിവസം 2-3 തവണ നമ്മളിത് പൊള്ളിയ പാടുകളുള്ള ഭാഗത്ത് നമ്മൾ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം 25 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. ഇങ്ങനെ 3 ആഴ്ച നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊള്ളിയ ഭാഗത്തെ പാടുകൾ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്സാണിത്. നിങ്ങളിത് ചെയ്തു നോക്കുക, റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളിനി പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഒരു കിഡിലൻ ഫേസ് പാക്കാണ്. ഫേസ് പാക്ക് എന്ന് പറയാനായിട്ട് പറ്റില്ല, നമുക്ക് ശരീരത്തിൽ എല്ലായിടത്തും നമുക്ക് തേക്കാനായിട്ട് പറ്റും. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തക്കാളി നീരാണ്. ഒരു തക്കാളി ഞാൻ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം അല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ. 3 സ്പൂൺ തക്കാളി നീരെടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർക്കാനായിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുൾത്താനി മിട്ടി. മുൾത്താനി മിട്ടിയെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. 1 സ്പൂൺ മുൾത്താനി മിട്ടി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും അതുതന്നെ സ്ട്രെച്ച് മാർക്കൊക്കെ മാറുവാനും അതുതന്നെ കരുവാളിപ്പ് വന്ന പാടുകളൊക്കെ മാറുവാനായിട്ടൊക്കെ വളരെ എഫക്റ്റീവാണ്. കാരണം വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ട് കരുവാളിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തേച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോകും. വളരെ എഫക്റ്റീവാണ്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യും? നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പാക്ക് നല്ലതുപോലെ മുഖത്തും അതുകൊണ്ട് ശരീരത്തും ഒക്കെ ഇട്ടതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ കഴുകിക്കളയുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. ചില പാക്കുകളൊക്കെ ആഴ്ചയിൽ 3-4 ദിവസം മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് തരികയും ചെയ്യണം. കാരണം ചർമ്മത്തിൽ അത്ഭുതം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒരു പച്ചക്കറി വിഭാഗത്തിൽപ്പെട്ട ഒരു സംഭവമാണ് തക്കാളി എന്ന് പറയുന്നത്. കാരണം നിറം വയ്ക്കുവാനായിട്ട് തക്കാളി കഴിഞ്ഞ് മറ്റൊരു പച്ചക്കറി ഉള്ളൂ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ധാരാളം സംഭവങ്ങളുണ്ട്, പക്ഷേ തക്കാളിക്ക് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാം. പക്ഷേ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്ന ചില ആളുകളിൽ അലർജിയൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് തക്കാളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. തക്കാളി വട്ടം മുറിച്ചതിന് ശേഷം നമ്മൾ പഞ്ചസാരയിൽ മുക്കി നമുക്ക് ഫേസിൽ നല്ലപോലെ സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റും. നല്ലപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണത്. അത് നിങ്ങൾക്ക് ആഴ്ചയിൽ 2-3 തവണ മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എല്ലാവരും പറയണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീപ്പൊള്ളലേറ്റ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഞാൻ പറഞ്ഞ റെമഡീസ് ചെയ്യുക. മുഖത്തെ കറുത്ത പാടുകളും അതുപോലെ തന്നെ മുഖത്തിന് അല്പം നിറമൊക്കെ വേണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് ചെയ്ത സ്റ്റെപ്പും നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മലശ്ശേരി. നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.